ആലപ്പുഴ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ തിരയിൽപ്പെട്ടിരിക്കുന്നു. 7 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം നേരത്തെ തന്നെ എല്ലാവരും മുതിർന്നവർ വഴക്ക് പറഞ്ഞപ്പം തിരിച്ചുപോയി. ബാക്കി 7 പേരുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് ഇപ്പം മിസ്സായിരിക്കുന്നത്. ബാക്കി 6 കുട്ടികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുതിർന്നവർ വഴക്ക് പറഞ്ഞു, ഞങ്ങൾ കയറി കടൽ കൂടുതലാണെന്ന്. പക്ഷെ അന്ന് കേൾക്കാതെയാണ് ഈ കുഞ്ഞ് കുട്ടികളെല്ലാവരും കൂടെ കടലിലേക്ക് ഇറങ്ങുകയും വലിയ തിരമാല വന്നപ്പോൾ മറ്റുള്ള കുട്ടികൾ കരക്ക് കയറുകയും ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. രഘു, ഈ കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തീരെ ചെറിയ കുട്ടിയാണോ? ആരൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്? നിലവിൽ നാട്ടുകാരും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അതിശക്തമായ മഴയും ശക്തമായ കടലേറ്റവും കാരണം വേണ്ട രീതിയിൽ കാര്യമായ രീതിയിലുള്ള തിരച്ചിൽ നാട്ടുകാർക്കും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും നടത്താൻ വേണ്ടി കഴിയുന്നില്ല. എറണാകുളത്ത് നിന്ന് കോസ്റ്റ് ഗാർഡ് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് 15-16 വയസ്സുള്ള 8 കുട്ടികൾ അവിടെ ആലപ്പുഴ ബീച്ചിന് വടക്കുവശത്തായിട്ടുള്ള സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി എത്തിയത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞതാണ് ഇറങ്ങരുത് എന്ന്. മാത്രവുമല്ല, കടലിൽ ഇറങ്ങുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബീച്ച് ഉപേക്ഷിച്ച് ബീച്ചിൽ നിന്ന് അല്പം മാറിയുള്ള സ്ഥലത്ത് കുട്ടികൾ വന്ന് ഇറങ്ങിയത്. പക്ഷേ നാട്ടുകാർ പറഞ്ഞതാണ് ഇറങ്ങരുതെന്ന്. പക്ഷേ കുട്ടികൾ ഇറങ്ങി. വലിയ തിര വന്നു. 7 കുട്ടികൾ ഓടിക്കേറി. ഒരു കുട്ടി തിരയിൽപ്പെട്ടു. പാലസ്വാട് സ്വദേശി ഡോൺ ആണ് തിരയിൽപ്പെട്ടത്. കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും നാട്ടുകാരും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, രഘുവാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴയാണ്. എല്ലാ ജലാശയങ്ങളിലും, അത് പുഴയാകട്ടെ കടലാകട്ടെ, എല്ലായിടങ്ങളിലും ഈ കടലൊക്കെ പ്രക്ഷുബ്ധമായിരിക്കുന്ന അവസ്ഥയുണ്ട്. അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക.